തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ഉരുൾപൊട്ടൽ ഉണ്ടായ ആ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഉരുൾപൊട്ടലിന് വിധേയരായവർക്ക് അതിൽ എന്നിട്ടുള്ളവർക്ക് വീടെടുത്തു കൊടുക്കും എന്ന് മുസ്ലിം പ്രഖ്യാപിച്ചു. അതിപ്പോൾ കഴിഞ്ഞ മാസം നമുക്ക് അത് കൈമാറാൻ സാധിച്ചു. ഇന്നിപ്പോൾ അതിലെ ഇവിടുത്തെ അവകാശികൾ അവർ വീട് താമസം ഇങ്ങോട്ടേക്ക് മാറ്റുകയാണ്. അവരുടെ ഗൃഹപ്രവേശമാണ് ഇന്ന്. അപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവെക്കാനാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇവരൊക്കെ വ്യക്തിപരമായിട്ട് തന്നെ ഞങ്ങളൊക്കെ ക്ഷണിച്ചു. ഇവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കണം, അവരുടെ ആ സൽക്കാരത്തിൽ പങ്കെടുക്കണം എന്ന് ഞങ്ങൾ ക്ഷണിച്ചതിനനുസരിച്ചാണ് ഞങ്ങൾ വന്നത്. വലിയ സന്തോഷമുണ്ട്. ഏതായാലും അവർക്കൊക്കെ ഏറ്റവും മനോഹരമായ വീട്, മറ്റ് സൗകര്യങ്ങൾ ഇതൊക്കെ തന്നെ ഏർപ്പെടുത്തി കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. ഞങ്ങളെ ഇതിനു വേണ്ടി സഹായിക്കാൻ സമൂഹത്തിൻ്റെ നാനാം തുറകളിൽപ്പെട്ട ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ സമാഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ 51 വീടുകളുടെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി ബാക്കി 54 വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് മെയ് മാസത്തോടു കൂടി ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഏതായാലും സന്തോഷം. വലിയ പ്രശംസ കൂടി ലീഗിന് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് വാക്ക് പറഞ്ഞതുപോലെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ വീടൊക്കെ കൈമാറുകയും ചെയ്തത്. സർക്കാർ ടൗൺഷിപ്പ് പോലും പൂർത്തിയാകുന്നതിന് മുൻപാണ് യഥാർത്ഥത്തിൽ ഇവിടെ കൈമാറി കഴിക്കാൻ. ഇതിപ്പോൾ നമ്മളൊക്കെ സ്വന്തം വീട് ഉണ്ടാക്കുമ്പോൾ നമ്മളോട് പാലിക്കുന്ന സൂക്ഷ്മത ഉണ്ടല്ലോ, ആ സൂക്ഷ്മതയാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. മുസ്ലിം ലീഗ് പ്രത്യേകമായ ഒരു സമിതിയെ അതിന് നിയോഗിച്ചു. ആ സമിതി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവിടെ വന്നു. അവർ കാര്യങ്ങളൊക്കെ എപ്പോഴും പരിശോധിച്ചു. ഞങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഇത് കോൺട്രാക്റ്റ് എടുത്ത നിർമ്മാണം മുഹമ്മദ് അലിയുടെ കമ്പനി, അവരും വളരെ അതുപോലെ ഇത് ആർക്കിടെക്ട് ശ്രീ ടോണി, അവരെല്ലാവരും തന്നെ വളരെ നല്ല നിലക്കുള്ള സഹകരണമാണ്. പിന്നെ ഇതിൻ്റെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഇതിൻ്റെ ഈ ലേഔട്ടൊക്കെ അവിടെ സംവിധാനിച്ച മലബാർ ടെക്, ഇവരെല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഓരോ സംഭവവും ഞങ്ങളോട് ചോദിച്ചിട്ടാണ്, പറഞ്ഞിട്ടായിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള അപാകത ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതൊക്കെ പരിഹരിക്കുവാൻ ഞങ്ങൾ കഴിഞ്ഞു. ഏറ്റവും നല്ല നിർമ്മാണ സാമഗ്രികളാണ് ഇതിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. അടുത്ത ഘട്ടം തങ്ങൾ പറഞ്ഞല്ലോ, അടുത്ത ഘട്ടം പറഞ്ഞു. ഇനിയിപ്പോ നമുക്ക് മഴയൊക്കെ നോക്കേണ്ടി വരുന്നല്ലാതെ മറ്റു താമസങ്ങളൊന്നുമില്ല. സമയബന്ധിതമായി പരിപാടിയില്ലേ. ഇവിടെ താമസിക്കുന്ന ആളുകള് അവരുടെ ആതിഥേയത്വത്തിൽ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചിരിക്കുകയാണ്. അത്തരം ഒരു നോബൽ ഫംഗ്ഷനാണ്. ഈ സമയത്ത് രാഷ്ട്രീയ ചരിത്രത്തില് ഒരു സുപ്രധാന നിമിഷമാണല്ലോ ഇത്. ഒരു പുതിയ ഏട് രചിക്കപ്പെടുകയാണല്ലോ പ്രതിഭാസത്തിന്റെ പേരിൽ. അതെ, ഇതിപ്പോൾ രാഷ്ട്രീയമായിട്ട് തന്നെ കാണേണ്ടതില്ല, മനുഷ്യത്വപരമായിട്ടുള്ള രീതിയിൽ. കാരണം ഇവിടെ ആ ദുരന്തം ഉണ്ടായപ്പോൾ എന്താണ് ഇനിയും സംഭവിക്കാൻ പോവുക എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ആ ദുരന്തത്തിനെ എങ്ങനെ അതിജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് അവർക്ക് വീട് കൊടുക്കാനുള്ള തീരുമാനമുണ്ടായത്. അതിലിപ്പോൾ രാഷ്ട്രീയമോ വേറെയുള്ള നേട്ടങ്ങളോ ഒന്നും നോക്കിയിട്ടില്ല. പണം കൈമാറിയത് ഉൾപ്പെടെ ദുരന്തത്തിന്റെ പിറ്റേന്ന് മുതൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ്. ആ ഒരു ദൗത്യത്തിന്റെ ഒരു പൂർത്തീകരണം ഞങ്ങളൊരു ഒരു ക്രൗഡ് ഫണ്ടിങ് ആണ് ഉപയോഗിച്ചതിന്. അപ്പോൾ അതിന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പ്രത്യേക ആപ്പ് ഉണ്ടായിരുന്നു. അതിലേക്ക് ഇത് സംഭാവനകൾ ഒഴുകി വന്നു. അതൊക്കെ സമാഹരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ പണി തുടങ്ങാൻ പറ്റി. അല്പം താമസം ഉണ്ടായത് സ്ഥല ലഭ്യതയുടെ കാര്യത്തിലാണ്, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെ വിശ്വാസ്യത കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ സ്ഥലത്തിന്റെ വിലയൊന്നും കണക്കാക്കാതെ അതിനെക്കുറിച്ച് സംസ്ഥാന തലത്തിൽ തന്നെ പ്രത്യേക സമിതി വെച്ചു. സമിതി അംഗങ്ങളെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാലോ, വീണ്ടും ആവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി, എല്ലാ സമിതി, ബഷീറിന്റെ ചെയർമാൻഷിപ്പിൽ എല്ലാം ജില്ലാ കമ്മിറ്റി, അവരെല്ലാവരും വളരെ ജനാധിപത്യപരമായി അവരൊക്കെ അങ്ങോട്ടും ചർച്ച ചെയ്ത് നല്ല ആർക്കിടെക്ചർ ടോണി, നമുക്കറിയാലോ കേരളത്തിൽ അറിയപ്പെടുന്ന, അയാൾക്കും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നിർമ്മാണം നല്ല കോൺട്രാക്ട്, മലബാർ ടെക് ഇൻഫ്രാസ്ട്രക്ചർ, ഞങ്ങളത് വിശ്വാസത്തോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. സമീപനമാണോ സ്വീകരിച്ചിട്ടുള്ള സർക്കാർ ഏതെങ്കിലും ഘട്ടത്തില്? അതിപ്പോ നിങ്ങൾക്ക് അറിയാലോ, കാരണം രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ജനറലി ഈ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ തങ്ങളെ നേതൃത്വത്തിൽ നൽകുന്ന ഒരു പ്രോജക്റ്റ്
എന്നുള്ളതിനെതിരെ ഇല്ലാതാക്കാനൊന്നും ആരും ശ്രമിക്കുന്നു. ലീഗിന്റെ 51 വീട് ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കി അതിലൊന്നും ഒരു അർത്ഥമില്ല എന്നുള്ളത് കണ്ടാൽ മനസ്സിലാവുകയും ഇപ്പൊ ഈ 51 വീടുകളിലാണ് സത്യത്തിൽ ദുരന്തബാധിതർ താമസിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോഴും സർക്കാർ ടൗൺഷിപ്പിൽ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കളൊക്കെ പുറത്താണ്. അവർക്കൊന്നും വീടായിട്ടില്ല എന്നൊരു ആശങ്ക അവരും പങ്കുവെക്കുന്നുണ്ട്. ഇനിയിപ്പോ സർക്കാർ ആയിരുന്നാ നോക്കുക. UDF അധികാരത്തിലെത്തിയ റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കുന്നതാണ്. സർക്കാർ എന്ന് പറയുമ്പോ അത് ആരാന്നിപ്പോ UDF വേഗത്തിൽ തന്നെ ടൗൺഷിപ്പിന്റെ പണികൾ പൂർത്തിയാക്കി. ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് തെളിവാണ്. അതെ, ഞങ്ങൾക്ക് മാതൃക ഉണ്ടല്ലോ. ഈ മാതൃക ഉപയോഗിച്ചുകൊണ്ട് അവിടെയും പൂർത്തീകരിക്കാൻ നോക്കും. അല്ല, കോൺഗ്രസിന്റെ പ്രോജക്റ്റിനെ പറ്റി അതിലെ ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് രാവിലെ. ഞങ്ങൾ ഇപ്പോ കോൺഗ്രസിനോടും ഞങ്ങളോടും ഒക്കെ പ്രതിപക്ഷ നേതാവിനോട് പിന്നെ ഉപനേതാവ് എന്നുള്ള എന്നോട് ചർച്ച ചെയ്ത് ഞങ്ങൾ 5-6 മാസം ഒരുമിച്ച് ഗവൺമെന്റിന്റെ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്തതാണ്. അന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു, അതായത് കോൺഗ്രസ് വൻതോതിൽ സഹായിച്ചു. സത്യത്തിൽ അന്ന് ഇൻഡിപെൻഡൻസ് കാണിച്ചത് ഞങ്ങളാണ്. ഞങ്ങൾക്ക് തോന്നി ചെയ്യാൻ നല്ലത്, കാരണം ഞങ്ങൾ ഈ വക ചാരിറ്റി പരിപാടികളൊക്കെ ധാരാളം ചെയ്യുന്നതാണ്. തങ്ങന്മാരെ വിശ്വാസത്തൊക്കെ വേഗം ചെയ്യാൻ നല്ലത് ഞങ്ങളത് ചെയ്തു. കോൺഗ്രസ് കുറച്ചും കൂടി കാത്തു. അതാ അവർക്ക് പറ്റിയത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഗവൺമെന്റിലേക്ക് ധാരാളം ഫണ്ട് കോൺഗ്രസ്, കർണാടക ഗവൺമെന്റ് കോൺഗ്രസ് കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല MLA-മാര് MP-മാര് എല്ലാവരും ഫണ്ട് കൊടുത്തില്ലേ? MLA-മാര് എല്ലാവരും കൊടുത്തു. കോൺഗ്രസ് സഹകരിച്ചിട്ട്